നമ്മുടെ കേരളത്തിൽ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം വലിയ രൂപത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്. കഞ്ചാവ്, MDMA, മറ്റു ചില രാസപദാർത്ഥങ്ങൾ. എനിക്കതേപ്പറ്റിയൊന്നും കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. എങ്കിൽ പോലും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതാണ്. ഇത് സ്കൂളുകളും ഹയർ സെക്കൻഡറി സ്കൂളുകളിലും കോളേജിലും ഒക്കെ കേന്ദ്രീകരിച്ച് ആണ് കൂടുതലും ഇതിൻ്റെ ഉപയോഗം നടക്കുന്നത്. ഇതിൻ്റെ വിപണനത്തിന് വേണ്ടി ഒട്ടേറെ ഗൂഢസംഘങ്ങൾ ഏർപ്പെട്ടിട്ടുള്ളതായും വാർത്തകൾ വരുന്നുണ്ട്. അത് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, കേരളത്തിന് പുറത്തു നിന്നും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ചില ഇടപെടലുകൾ പോലും ഇക്കാര്യത്തിലുണ്ട് എന്നാണ് കരുതേണ്ടത്. അപ്പോൾ ഇതിനെ നിരുത്സാഹപ്പെടുത്തേണ്ടതും ഇതിനെ നിർമ്മാർജ്ജനം ചെയ്യേണ്ടതും നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ വലിയ ഉത്തരവാദിത്വമാണ്. ഇക്കാര്യത്തിൽ ഗവൺമെൻറ് കുറേ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മീഡിയാസ് വലിയ രൂപത്തിൽ ഇതിനെതിരെയുള്ള പ്രചരണങ്ങൾ, ഇത് നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയുള്ള പ്രചരണങ്ങൾ അവരും നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രിന്റ് മീഡിയയും ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. അപ്പം ഇത് സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം, സ്കൂളുകളിൽ ഇന്നിപ്പോൾ PTA വലിയ രൂപത്തിൽ ഇടപെടുന്നൊരു സ്ഥിതിയുണ്ട്. ഗവൺമെൻറ് PTA പോലുള്ള സംവിധാനത്തിന് വലിയ ഔപചാരികമായി തന്നെ വലിയ അംഗീകാരം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ PTA, പേരൻറ് ടീച്ചേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന ഈ സംവിധാനം, അത് പേരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ഒരു പൊതു പ്രാതിനിധ്യമാണല്ലോ ഉള്ളത്. PTA നല്ലപോലെ ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതായിട്ടുണ്ട്. എല്ലാ സ്കൂളുകളിലും അത്തരത്തിൽ ഇടപെടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു വ്യക്തതയില്ല. എങ്കിലും കുറച്ചൊക്കെ അത് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കോളേജുകളിലും ഇത് വല്ലാത്ത രൂപത്തിൽ വലിയ രൂപത്തിലുള്ള ഇതിൻ്റെ ദുരുപയോഗം നടക്കുന്നുണ്ട്. ഇതൊരു വലിയ സാമൂഹ്യ വിപത്തായി മാറുന്നൊരു ഘട്ടമാണ്. കുട്ടികൾ അവരുടെ പഠനകാര്യങ്ങളെ ശ്രദ്ധിക്കാതെ ഇതുപോലെ ലഹരിക്ക് അടിമയായി അവരുടെ ജീവിതം തന്നെ തകർന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. കൗമാരപ്രായക്കാരായ കുട്ടികൾ ഇന്റർമീഡിയറ്റ് ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, വേണ്ടത്ര മാനസികമായ മെച്യൂരിറ്റി ഇല്ലാത്ത കുട്ടികൾ, ഇത്തരമൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോൾ അത് രക്ഷകർത്താക്കൾക്കിടയിലും രക്ഷകർത്താക്കളിലും വലിയ തരത്തിലുള്ള പ്രയാസമാണ് ഉണ്ടാകുന്നത്. അവർക്ക് നിയന്ത്രിക്കാനാകുന്നില്ല. അപ്പോൾ ഇതിനെതിരെ ഗവൺമെൻറ് അതിൻ്റെ എല്ലാ സംവിധാനവും ഉപയോഗപ്പെടുത്തണം. PTA
നന്നായി കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കുടുംബത്തിൽ നിന്ന് തന്നെ ഇതിനെതിരായിട്ടുള്ളൊരു ബോധവൽക്കരണം രക്ഷകർത്താക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. ആ രൂപത്തിൽ മാത്രമേ ഇതിനെ നിയന്ത്രിക്കാൻ കഴിയുകയുള്ളൂ. ഗവൺമെൻറ് യഥാർത്ഥത്തിൽ ഈ മദ്യം ഇപ്പോൾ നാട്ടിലെവിടെയും സുലഭമാണ്. MDMA അതുപോലെ തന്നെ ഈ കഞ്ചാവ് പോലുള്ള ലഹരി സാധനങ്ങൾ പാക്കറ്റുകളിൽ ആക്കി കൊടുക്കുന്നു, സ്റ്റാമ്പ് സൈസുകളാക്കി കൊടുക്കുന്നു. അതോടൊപ്പം ഈ നാട്ടിലെവിടെത്താലും ഇപ്പം മദ്യം കിട്ടും. അതും ഒരു വലിയ വിപത്തായിട്ട് മാറുന്നുണ്ട്. അവയൊക്കെ സംബന്ധിച്ച് നല്ല സമൂഹത്തിൻ്റെതായിട്ടുള്ള ഒരു അവബോധം ഉയർന്നു വരണം. ആ രൂപത്തിൽ മാത്രമേ നമുക്ക് ഈ ലഹരിക്ക് അടിമയായി തകർന്നുകൊണ്ടിരിക്കുന്ന ഈ കുട്ടികളുടെയും കൗമാരപ്രായക്കാരുടെയും ചെറുപ്പക്കാരുടെയും അതിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള നല്ല പ്രവർത്തനങ്ങൾ എല്ലാവരും ചേർന്ന് ഏറ്റെടുക്കണം. അതിൻ്റെ ആ കാര്യത്തിൽ മുൻകൈ എടുക്കുന്ന നമ്മുടെ ഈ സാക്ഷി TV-യെ ഞാൻ അഭിനന്ദിക്കുകയാണ്.